ഹലോ, അലി അരിമ്പ്രാസ് ആണ്. നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടാവും, എന്താണ് ക്രെഡിബിലിറ്റി, വിശ്വാസ്യത, എന്താണ് അതിൻ്റെ ഇമ്പോർട്ടൻസ്, നമ്മുടെ ബിസിനസ്സിനകത്തും സർവീസിനകത്തും ഇമ്പോർട്ടൻസ് എന്താണ്? ക്രെഡിബിലിറ്റി എന്ന് പറയുന്ന സംഭവം ഇറ്റ് ഈസ് ഈസി ടു സേ ബട്ട് വെരി ഡിഫിക്കൽട്ട് ടു എസ്റ്റാബ്ലിഷ്. വൺസ് യു എസ്റ്റാബ്ലിഷ്, യു ഡൺ. ഇറ്റ് ഈസ് എ ടൈം കൺസ്യൂമിങ് പ്രോസസ്. ഉദാഹരണത്തിന് നമുക്കിതിനെ വിശ്വാസ്യത, വിശ്വാസ്യ യോഗ്യത, വിശ്വസനീയത എന്നൊക്കെ നമുക്ക് പറയാം മലയാളത്തിൽ. എന്താണ് റിയൽ? ഇറ്റ് ഈസ് എ ഫെയ്ത്ത്. ഇതൊരു വിശ്വാസമാണ്, അല്ലെങ്കിൽ ഇറ്റ് ഈസ് എ ട്രസ്റ്റ് വർക്ക്. ഇറ്റ് ഈസ് എൻ വാല്യൂ പ്രിൻസിപ്പിൾസ്, വാല്യൂ ഓറിയന്റഡ് ട്രസ്റ്റ് വർക്ക് ബൈ ദ സൊസൈറ്റി ടു യുവർ പ്രൊഡക്ട്സ് സർവീസ്. നിങ്ങളുടെ ബിസിനസ്സിനകത്തോ നിങ്ങളുടെ സർവീസിനകത്തോ പബ്ലിക് തരുന്ന, സമൂഹം തരുന്ന, മറ്റ് ആളുകൾ തരുന്ന ഒരു ട്രസ്റ്റ് വർത്തി, ഒരു വിശ്വാസത്തിനാണ് എന്ത് പറയുന്നത്? ക്രെഡിബിലിറ്റി എന്ന് പറയുന്നത്. ഇത് ഞാൻ നിങ്ങളോട് പറഞ്ഞു, ഇറ്റ് ഈസ് വെരി ഡിഫിക്കൽട്ട് ടു എസ്റ്റാബ്ലിഷ്. വൺസ് യു എസ്റ്റാബ്ലിഷ്, യു ഡൺ. ഈസി ടു സേ, വെരി ഡിഫിക്കൽട്ട് ടു എസ്റ്റാബ്ലിഷ്. ഉദാഹരണത്തിന്, ഒരാൾ ഞങ്ങളടുത്ത് നിന്ന് ഒരു ക്രൗൺ ആൻഡ് ബ്രിഡ്ജ് ചെയ്തു, ഒരു പല്ല് ചെയ്തു. സാധാരണ എത്ര വർഷങ്ങളെടുക്കും? നമ്മൾ മുടക്കിയ കാശിന് ആ പേഷ്യൻസിന് അനുഭവത്തിലൂടെ അത് കൺവിൻസ് ആയെങ്കിൽ മാത്രമാണ് ഞങ്ങൾക്ക് അതിന് ക്രെഡിബിലിറ്റി ഉണ്ടാവുന്നത്. അതേപോലെ ഒരാൾ ഞങ്ങളെ അടുത്ത് നിന്ന് ക്ലിപ്പ് ഇട്ടു, പല്ലിന് ക്ലിപ്പിംഗ് ചെയ്തു. അവർക്കത് വർഷങ്ങളോളം, ജീവിതകാലം മൊത്തത്തിൽ അത് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ മാത്രമേ അതിന് ക്രെഡിബിലിറ്റി എന്ന് പറയുന്നുള്ളൂ. അതുപോലെ തന്നെയാണ് ഏത് വർക്കും, CD, എല്ലാ വർക്കുകളും, ഇംപ്ലാന്റ്, എനി വർക്ക്. അപ്പോൾ ഐ ടോൾഡ് യു, ഇറ്റ് ഈസ് വെരി ഈസി ടു സേ ആൻഡ് ഇറ്റ് ഈസ് വെരി ഡിഫിക്കൽട്ട് ടു പ്രാക്ടീസ്. താങ്ക് യു ഓൾ. ഐ എം ഡോക്ടർ അലി, aliarimras.com, aliarimras Facebook, Instagram, Shorts. Thank you.